നിങ്ങളെപ്പോലെ നിങ്ങളുടെ ഏജിൽ ഈ ഇത്രയെ കുറിച്ച് ആയിരുന്നപ്പോഴത്തേക്ക് മറ്റൊരാൾ കളിച്ച് വളർന്നു വന്നു. അപ്പോൾ നിങ്ങളുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഇപ്പം അപ്പോൾ അടുത്ത് നമ്മുടെ ഫോക്കസാണ് നമ്മുടെ പിന്നെ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ എല്ലാ സാധ്യതയും. സഞ്ജയ് രഞ്ജി ഇപ്പോൾ ഉണ്ടായിരുന്നല്ലോ. ബിജു യു എ ടീമിലുണ്ട്. ബിജു യു എ നാഷണൽ ടീം. അതുപോലെ തന്നെ ഞാനും ഗ്രൗണ്ട് വളരെ നല്ലൊരു ഫെസിലിറ്റീസാണ് നിങ്ങളോട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളതിൽ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം, ഒരുപാട് റെസ്പെക്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ടാണ് നിങ്ങൾ ജോലി തുടങ്ങാൻ പോകുന്നത്. നിങ്ങൾ ഈ പ്രായത്തിൽ തുടങ്ങുന്നത് ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ ഒരുപാട് ബ്ലെസ്സിങ്സ് ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാകുന്നത് ഈ സ്ഥലത്ത് വഴിയിലായിരിക്കും. ഫ്യൂച്ചറിൽ 19 പോലത്തെ സ്റ്റേറ്റ് കളിക്കാൻ പോകുമ്പോൾ ഈ ഒരു സ്ഥലത്താണ് നിങ്ങളൊരു പേര് ടീമിൽ വരുമ്പം ഇവിടുത്തെ ഒരു ഏരിയയിലുള്ള പെൺകുട്ടികളായാലും വരുമ്പോൾ അല്ലെ ഒരു അഭിമാനമല്ലേ നമ്മൾ ഈ സ്ഥലത്ത് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈഡും ഓണർ എപ്പോഴും അകത്ത് നിങ്ങൾക്ക് തന്നെ വളരെ എൻജോയ് നിങ്ങൾക്ക് 90 അല്ലേ പിള്ളേർക്കാണെങ്കിൽ ബേസിക്കലി നല്ല ഫോൺ ഡ്രൈവ് പറഞ്ഞേട്ടാ ചേട്ടൻ പറഞ്ഞേട്ടാ ദിവസവും വന്ന് സ്പോർട്സ് തന്നെ ഇതാണ് റെപ്പറ്റീഷൻ. നമ്മൾ തന്നെ നമ്മളൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യണം. നമ്മളെങ്ങനെ കളിക്കുന്നു, എങ്ങനെ നമ്മുടെ ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഇതൊക്കെ നിങ്ങളൊരു ക്ലബിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, കേരളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഇതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇവിടെ തന്നെ അത് തുടങ്ങണം. നിങ്ങൾ ഏത് മാച്ച് കളിക്കുക സീരിയസ് ആയിട്ട് കളിക്കും. ചില മാച്ച് ഈസി ആയിട്ട് കളിക്കും. അങ്ങനെയല്ല, എല്ലാ മാച്ചും ഓരോ ലേണിങ്സാണ്. അപ്പോൾ നമ്മളൊരു അണ്ടർ-16 പയ്യന് ഇപ്പം നമ്മൾ കളിക്കുകയാണെങ്കിൽ അവർ ചെയ്തൊരു സാധനം കാണും. അപ്പോൾ നമ്മൾ അതിനെ ബഹുമാനിച്ചും അണ്ടർസ്റ്റാൻഡിങ് അതിൻ്റെ ബോളിങ് എന്താണ് ഇരിക്കുന്നത് റീഡ് ചെയ്യാൻ പറ്റണം. ഞാൻ ബാറ്റ്സ്മാൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എപ്പോഴും ശ്രദ്ധിക്കുക. ഞാനൊരു ബാറ്റ്സ്മാൻ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ റീഡ് ചെയ്യണം. റീഡിങ് കേപ്പബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം ഞാൻ ഓരോ വിക്കറ്റുകൾ വെച്ച് ഇപ്പോൾ കാർഡ് വിക്കറ്റ് ബോൾസ് വെച്ച് ഏത് വിക്കറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കും, ഏത് ഷോട്ട്സ് അടിക്കണം. ഇത് വരുന്നത് ഈ റീൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോട്ട്സിനെ ഇങ്ങനെ പെർഫെക്റ്റ് ചെയ്ത് നമുക്കൊരു ഇങ്ങനെ മൂവ് ചെയ്ത് നമ്മൾ മാച്ചിന് വരുമ്പോൾ അത് ഏത് സമയത്താണ് സിറ്റുവേഷൻ ബൗണ്ടറീസ് നമ്മൾ റണ്ണിങ് ബിറ്റ്വീൻ്റെ കാര്യം മറന്നു, സിംഗിൾസ് എടുക്കുന്ന കാര്യം അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളതിനെ സ്വന്തമായിട്ട് ഇങ്ങനെ പറയണം. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ ടാക്ടിക്കലാണ് ഇതൊക്കെ. എന്തോ അപ്പം അടിച്ചോട്ടെ നമ്മൾ അടിക്കണം. ക്രിക്കറ്റ് നമ്മൾ അഗ്രസീവായിട്ട് കളിച്ചാലേ റൺസ് വരുത്തും. പക്ഷേ സ്മാർട്ടായിട്ട് എവിടെ അഗ്രസീവ് ആവണം, എവിടെ അഗ്രസീവ് ആവണം. ഇപ്പം 3 വിക്കറ്റ് പോയിരിക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത വരുന്ന ബാറ്റ്സ്മാൻ പെട്ടെന്ന് അടിക്കാൻ പറ്റില്ല. ടീമിൻ്റെ ആ സിറ്റുവേഷൻ കുറച്ച് കളി കൊണ്ടുപോകുക. അങ്ങനെ കളിച്ച് ടീമിന് നല്ലൊരു സ്കോർ, നിങ്ങൾക്ക് നല്ലൊരു സ്കോർ ഉണ്ടാകും. നല്ലൊരു സ്കോറൊക്കെ ടീമിനല്ലേ കൊടുക്കും. എന്നതിനെ ടീമിനെ ജയിപ്പിക്കുക. നിങ്ങൾ എന്തുകൊണ്ടാണ് ധോനിക്ക് വലിയ റെക്കോർഡൊന്നും ഇല്ല, പക്ഷേ ടീമിനെ അവരെ വലിച്ച് അവസാനം കൊണ്ടുവന്ന് ജയിപ്പിക്കുന്നതിലാണ് പുള്ളിക്കും എങ്ങനെ വലിയൊരു വികാരം ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫിനിഷർ അതാണ്, ആ ഒരു ഇൻസ്പയറിങ് നമ്മൾ കുറേ ഡൗട്ടുകൾ ചോദിക്കും. കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നുന്നത് പകുതി പോലെ സ്ട്രൈറ്റൊക്കെ അടിക്കുന്നത് കഥകൾ കളിക്കുന്നത് എല്ലാ റോളും എപ്പോഴും പറയുന്നത്
കളിക്കും. അതാണ് എപ്പോഴും അപ്പോഴേക്കും ബോളിനനുസരിച്ച് കളിക്കണം. നമുക്ക് ഒരിക്കലും ഫ്രീ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ബാറ്റ് ചെയ്യാൻ ആലോചിക്കാൻ പറ്റും ഈ ബോൾ എന്താ വരാൻ പോകുന്നത്. അപ്പം ആ ഒരു ഊഹന നമുക്ക് പെട്ടെന്ന് കിട്ടൂല. നമ്മൾ ഫസ്റ്റ് നിൽക്കുമ്പോൾ 10-20 ബോൾ എപ്പോഴും നമ്മൾ സമയം കൊടുക്കണം. സമയം കൊടുത്താലേ നമുക്ക് ആ പിച്ചുമായിട്ടും ആ ഒരു ഏരിയ ആയിട്ട് ഇപ്പോൾ നമ്മൾ മാറ്റിൽ കളിക്കുമ്പോഴേ മാറ്റിൽ എന്താണ് കൂടുതൽ സംഭവിക്കുന്നത്, പിടിച്ച് തിരിയും അല്ലേ, ഒരു അൺഈവൻ ബോൾസ് അല്ലേ എപ്പോഴും. ന്യൂ ബോൾ കഴിയുമ്പോൾ തട്ടി മാറ്റം അല്ലേ. ഞാൻ ഒരുപാട് മാച്ച് കളിച്ചിട്ടുണ്ട്. അപ്പോൾ മാറ്റാണ് ഏറ്റവും മാറ്റാണ് ഏറ്റവും പാട് കളിക്കുന്നത്. മാറ്റ് നമ്മൾ ഇത്ര വെച്ചാൽ ബൗൺസ് അല്ലേ, അൺഈവൻ ബോൾ. അപ്പോൾ നമ്മുടെ ബാക്ക് ഫുഡ് ഡിഫൻസ് സ്ട്രോങ് ആയിരിക്കണം. അപ്പം അങ്ങനത്തെ ഒക്കെ. പിന്നെ വൺസ് ഓൾഡ് ബോൾ ആയി കഴിഞ്ഞാൽ റൺസ് എടുക്കുക എളുപ്പമാണ്. അപ്പം ആ ഒരു ടാക്ടിക്സ് അത് മനസ്സിലാക്കും. എപ്പോഴാണ് റണ്ണ് കിട്ടുന്നത്, എപ്പോഴാണ് ബോളർ കയ്യേറുന്നത്, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ വെള്ള ബോൾ നമുക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റ് എടുത്ത് അടിക്കും. വെള്ള ബോളിൽ കൂടുതൽ അനങ്ങും, എന്നാലും മാറ്റിൽ അനങ്ങും. നമ്മൾ മാറ്റ് പഠിപ്പിക്കുന്ന വലിയൊരു ചാലഞ്ച് ബാറ്റ്സ്മാൻമാരെന്ന് വെച്ചാൽ നമ്മളെ ടെക്നീക്കിനൊന്ന് ടെസ്റ്റ് ചെയ്യും. നമ്മൾ റൺ അടിക്കുമ്പോൾ കളിക്കുന്നത്, ഒരു 50 അടിക്കുമ്പോൾ, ഒരു 5 വിക്കറ്റ് എടുക്കുമ്പോൾ, ടീമിനെ ജയിപ്പിക്കുമ്പോഴായിരുന്നു ആ ഒരു സന്തോഷം എപ്പോഴും അകത്ത് വേണം. ആ സന്തോഷങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ നിങ്ങൾ ഞാൻ പറയുന്നത് എനിക്കൊരു ബേസിക്സ് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ബിക്കോസ് ബേസിക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ റൺസ് അടിക്കുമ്പോഴായിരുന്നു, നിങ്ങൾക്ക് കുറച്ച് റൺസ് അടിക്കുമ്പോഴായിരുന്നു നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വൈറ്റ് ബോൾ പ്ലെയർ ആയിരുന്നു. നമുക്ക് ഒരു ഫോർമാറ്റ് മാത്രം കളിച്ചുകൊണ്ട് പ്ലെയർ ആവും അല്ലേ. എല്ലാ ഫോർമാറ്റും നിലനിൽ കളിക്കുക. കേരളത്തിന് വേണ്ടി കളിക്കുന്നത്. കേരളത്തിൽ 3 ഫോർമാറ്റ് ഉണ്ട്. വിജയ്, സൈഡ് മുസ്താഖ്. സീനിയറിൻ്റെ കാര്യമാണ് പറയുന്നത്. സൈഡ് മുസ്താഖിന് വിജയസരി ജയിക്കും. അപ്പോൾ നമ്മൾ ഈ പ്രായത്തിൽ ആ ഒരു ടൈം വരുമ്പോൾ നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങണം. നമുക്ക് ആ സമയത്ത് ഒന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടിയിരിക്കുന്ന ഈ ഫെസിലിറ്റി, നെറ്റ്സും മൈൻഡ് സെറ്റ്. ഇപ്പം നിങ്ങൾ വലിയ സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യണോ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഏകദേശം കോച്ചസും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പോവാം. അപ്പോൾ അതാണ് വളരെ നിങ്ങൾ കോച്ചസിനെ റെസ്പെക്ട് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. ക്രിക്കറ്റ് എന്ന് വെച്ചാൽ നമ്മൾ തലയിൽ കളിക്കുന്ന കളി അല്ലേ സാർ, മൈൻഡ് ഗെയിമാണ്. അപ്പം നമ്മളതിന് ഫിറ്റ്നസ് വരും. ഇത് കൺസിസ്റ്റൻ്റ്. ഇപ്പോൾ നമ്മളുടെ ഒരു സ്കില്ല് തന്നെ നമ്മൾ നിങ്ങളുടെ ടെക്നീക്കും നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് 50 ഓവർ മാച്ചായാലും T20 മാച്ചായാലും എളുപ്പത്തിൽ നിങ്ങൾക്ക് വിചാരിക്കുമ്പോൾ കളിക്കാൻ പറ്റും. ബിക്കോസ് നമ്മൾ റെഡ് ബോളിൽ നിന്ന് വൈറ്റ് ബോളിലോട്ട് മാറാൻ എളുപ്പം. വൈറ്റിൽ നിന്ന് റെഡ് ബോളിലോട്ട് പോകാൻ എപ്പോഴും ഒരു സമയം. ബിക്കോസ് എന്താണ് റെഡ് ബോൾ എന്താണ് സംഭവിക്കുന്നത്, റെഡ് ബോളിലും വൈറ്റ് ബോളിലും ഡിഫറൻസ് നമ്മൾ കളിക്കാൻ പറ്റും. അതാണ് റെഡ് ബോളിൽ. അതാണ് അപ്പം സ്വിങ്ങും ഒരു ഡിഫിക്കൽട്ടി ചാലഞ്ച് എപ്പോഴും കുറച്ച് കൂടുതൽ. ബേസിക്സ് വരുന്ന കാര്യങ്ങൾ ടെക്നീക്ക് വരും, നമ്മുടെ ഫിറ്റ്നസ് വരും, നമ്മളെ ബാറ്റ് ചെയ്യുന്ന ബോളിൽ നിന്ന് സ്കില്ല് വരും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽഡിങ് വരും. ക്യാച്ച് എടുക്കുന്നത്, റൺഔട്ട് ചെയ്യുന്നത്, ഓടി ത്രോ വരുന്നത്, ഈ ആസ്പെക്റ്റൊക്കെ ഒരു കവറാകുമ്പോൾ നിങ്ങളൊരു ഫുൾ ക്രിക്കറ്ററാവുന്നത്. ക്രിക്കറ്റ് പറയുമ്പോൾ ബാറ്റിങ് ബോളിങ് മാത്രമല്ല, ഫീൽഡിങ് എന്നത് ആസ്പെക്ട്. നിങ്ങൾ അത് എപ്പോഴേ ഇപ്പോഴേക്കും ബെസ്റ്റ് എന്ന് വെച്ചാൽ ഏജാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സാധനം നമ്മൾ കഴിക്കുക. ആ ഏജിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് നമ്മൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാം. ബാക്കി റിസൾട്ട് ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ നമുക്ക് പ്രോസസ്സ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ മാച്ചിന് നമ്മളുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളെല്ലാം ചെയ്തു വിശ്വാസമാണ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ നോക്കിങ്ങിലായാലും ഓരോ ഡ്രിൽസിലായാലും അത്രയും ഫോക്കസ് ആയിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓരോ ഡിഫൻസിലും ഓരോ കവർ ഡ്രൈവിലും ഓരോ ബാക്ക് ഫുട്ട് പഞ്ചിലും ഉള്ളിലും അപ്പം അത് ഓരോ നമ്മൾ മാച്ചിന് എന്താണ് ആവശ്യം അതാണ് നമ്മൾ കൂടുതൽ റിഫ്ലക്ട് ചെയ്യുന്നത്. നമ്മൾ എന്ന് വെച്ചാൽ ഞാനും നിങ്ങളൊരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നീടാണ് ഞാൻ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇപ്പോൾ ഓരോ സ്റ്റേറ്റ് ക്യാമ്പിന് പോകുമ്പോൾ 19 അങ്ങനെ പോകുമ്പോൾ അങ്ങനെ ക്യാമ്പിലാണ് കൂടുതൽ നമ്മൾ അറിയുന്നത് ടർഫ് വിക്കറ്റ് കളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് വെച്ചാൽ ചിലപ്പോൾ നേരത്തെ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അവിടെ പോകുമ്പോൾ നിങ്ങളിതൊരു പുതിയൊരു സാധനമായിരിക്കില്ല. ഇവിടെ മുന്നോട്ടായിരിക്കും നമുക്ക് ആ ഒരു സാധനം അച്ചീവ് ചെയ്യാൻ പറ്റുമോ. അണ്ടർ 40 നമുക്ക് നിങ്ങൾക്ക് ഡേയ്സ് മാച്ചിലാണ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടാൻ പോകുന്നത്. 16 വരുമ്പോൾ വിജയ് മർച്ചൻ്റ് ട്രോഫി, അത് ഡേയ്സ് മാച്ചാണ്, 3 ഡേ മാച്ചാണ്. 19 വരുമ്പോൾ 4 ഡേ മാച്ചാണ്. CK നായിട്ട് വരുമ്പോൾ 4 ഡേ ആണ്. രഞ്ജി ട്രോഫി വരുമ്പോൾ 4 ഡേ ആണ് വരുന്നത്. പിന്നെ വരുമ്പോൾ വൈറ്റ് ബോൾ 19 തൊട്ടാണ്. അവർ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവും. എന്താണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളതാണ് നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്തിലാണ് ക്രിക്കറ്റിൽ ഫോർമാറ്റ് വെച്ച് ഫോക്കസ് ചെയ്ത് പോകേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾ ക്രിക്കറ്റ് ഡെവലപ്പ് ആവുന്നത്. 3 ഡേ 4 ഡേ മാച്ചിലൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ 3 ഡേ 4 ഡേയിൽ
ബേസിക്സ് ആണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ എന്തുകൊണ്ട് വിരാട് കോഹ്ലി ഇത്ര റൺസ് അടിക്കുന്നു? ആ ഒരു ബേസിക്കിൽ തന്നെ പുള്ളി എത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ഇത്ര റൺസ് അടിക്കുന്നത്. എല്ലാവരുടെയും റോൾ മോഡലല്ലേ വിരാട് കോഹ്ലി. അപ്പോൾ എന്തുകൊണ്ടാണ് പുള്ളി ഇത്രയും ഡിസിപ്ലിൻഡ് ആണ്, ആ ബേസിക്സിൽ കൺസിസ്റ്റൻ്റ് ആണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഇന്ത്യ കളിക്കുന്നത് നമ്മൾ കൺസിസ്റ്റൻറ്റ് പ്ലെയർ ആയിട്ട് നമ്മൾ 5 മാച്ച് 1 മാച്ച് വരെയാണെങ്കിൽ നിങ്ങൾ ക്രിക്കറ്റിനെ ഒരുപാട് സ്നേഹിക്കണം. ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു സ്പോർട്ട് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്ത് കളിച്ചാൽ നമുക്ക് എക്സ്പ്രസ് ചെയ്ത് കളിച്ചാലേ നമുക്ക് അതിനായിട്ടുള്ള റിസൾട്ട്സ് നമുക്ക് വിചാരിക്കുന്നത് എക്സ്പ്രസ് ചെയ്ത് കളിക്കണമെന്ന് പറഞ്ഞാൽ അടി വലിച്ചു അടിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ഇതല്ല. നമ്മൾ കളീനെ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കളിയിൽ എത്ര ഫോർമാറ്റ് ഉണ്ട്, ഫോർമാറ്റ് ഉണ്ട്, നമ്മളിപ്പോൾ സ്റ്റേറ്റ് മാച്ച് കളിക്കാൻ പോകുന്നത് എന്ത് ഫോർമാറ്റാണ്, അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ കാണുന്നത് എല്ലാവരും IPL-ഉം 1 ഡേയ്സും അതൊക്കെയല്ലേ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏജിൽ നിങ്ങൾക്ക് എന്താണ് ഫസ്റ്റ് കിട്ടാൻ പോകുന്ന കാര്യം, എന്താണ് കിട്ടാൻ പോകുന്നത്, നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ? നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത്? ഇപ്പോൾ അണ്ടർ 14 എന്ത് ഫോർമാറ്റാണ് വരാൻ പോകുന്നത്? പറഞ്ഞു കാഷ്വൽ കോൺവെർസേഷൻ അത്രേ ഉള്ളൂ. നിങ്ങൾ ആരും ശരിയായി കിട്ടിയ ആവശ്യമൊന്നുമില്ല. അണ്ടർ 14 എവിടെ അത് സാധാരണ മാച്ച്. നിങ്ങൾ എയിം ചെയ്യേണ്ടത് സ്റ്റേറ്റിലാണ്. സ്റ്റേറ്റിൽ എയിം ചെയ്യണമെങ്കിൽ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാര്യങ്ങൾ അറിയണം. അപ്പോൾ നമ്മൾ അല്ലേ സാറേ, നമ്മളവിടെ നടക്കുന്നത് എന്താണ് നമ്മളത് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. 30 ഓവർ മാച്ച് നമ്മൾ